നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 7, ദാറ്റ് ഈസ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ്. ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളും, അതായത് കാർഷിക മേഖലയും വ്യാവസായിക മേഖലയുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരമുറകൾ, പ്രധാനപ്പെട്ട സമരങ്ങളും അത് നയിച്ചവരും അവരുടെ ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടത്, അവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരുന്നു അവർ സമരം മുന്നോട്ട് നയിച്ചത്, അങ്ങനെ പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ചിപ്കോ മൂവ്മെൻറ്റ്. നമ്മളൊക്കെ കേട്ട് പരിചിതമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ചിപ്കോ പ്രസ്ഥാനം. In 1973, the villagers asked the Forest Department in Uttarakhand to permit them to fell ash trees for making agricultural tools. The department said no. അതായത് ഉത്തരാഖണ്ഡിലാണ് ഇത് നടക്കുന്നത്. 1973 വില്ലേജേഴ്സ് ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അവിടുത്തെ കുറച്ച് മരങ്ങൾ മുറിക്കാൻ അനുമതി ചോദിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ആഷ് ട്രീസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേക ട്രീസ് മുറിക്കാൻ വേണ്ടി അനുമതി ചോദിച്ചു. എന്തിനായിട്ടാണ്? അഗ്രികൾച്ചറൽ ടൂൾസ് കാർഷിക ആവശ്യത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി കൊടുത്തില്ല. അതിനുശേഷം but when the sports manufacturers wanted to fell trees for the manufacturing of sports goods, the forest department readily granted permission. അതിനുശേഷം സ്പോർട്സ് മാനുഫാക്ചറിങ് കമ്പനികൾ ഗവൺമെൻറ്റിനോട് അനുമതി ചോദിച്ച് എന്ത് ചെയ്ത് സ്പോർട്സ് ഐറ്റംസ്, അതായത് ക്രിക്കറ്റ് ബാറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, വുഡ് കൊണ്ട് നിർമ്മിക്കുന്ന അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഈ ട്രീ ഉപയോഗിക്കുന്നുണ്ട്, ആഷ് ട്രീ. അപ്പോൾ അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ അനുമതി ചോദിച്ച സമയത്ത് എന്ത് ചെയ്തു? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി കൊടുത്തു. ഇത് ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ പ്രതിഷേധത്തിനിടയാക്കി. This naturally enraged the villagers who protested against the commercial logging with the government sanction. അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ വ്യവസായം അതായത് കർഷകർക്ക് ഇതിന് അനുമതി കൊടുക്കാതെ വലിയ സ്പോർട്സ് കമ്പനികൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തപ്പോൾ ജനങ്ങളെ ചൊടിപ്പിച്ചു. അപ്പോൾ ഇനി അവരുടെ മെത്തേഡ് ഓഫ് പ്രൊട്ടസ്റ്റ് എങ്ങനെയായിരുന്നു അവർ സമരം നയിച്ചിരുന്നത് നോക്കാം. When the woodcutters arrived on the scene, the women folk stood around the trees and hugged them hard so as to prevent cutting. This was the beginning of the Chipko movement. The news spread like wildfire in Uttarakhand. അതായത് ഇവിടെ സമരത്തെ നേരിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡ് കട്ടേഴ്സ് മരം മുറിക്കാൻ ആളുകൾ വന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ ഈ മരത്തെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്തു, എന്നിട്ട് മുറിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ അതിൻ്റെ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കം ഈ രൂപത്തിലായിരുന്നു. അപ്പോൾ ഈ ഒരു വാർത്ത ഉത്തരാഖണ്ഡിൽ വളരെയധികം സ്പ്രെഡ് ചെയ്തു പോയി. ഈ രൂപത്തിലുള്ളൊരു സമരമൊക്കെ നയിച്ചപ്പോൾ ദ വില്ലേജ് ഫോൾക്ക് യൂസ്ഡ് ദിസ് നോവൽ മെത്തേഡ് ഓഫ് പ്രിവെൻറ്റിങ് എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ. അല്ലേ? പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം ഒരു പരമ്പരാഗത രീതി, വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു രീതിയാണ് ഈ ജനങ്ങൾ സ്വീകരിച്ചത്. They demanded the local people should have say in control of natural resources like land, water and forest. അപ്പോൾ അവരുടെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ ജനങ്ങൾക്ക് അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസായ ലാൻഡിലും വാട്ടറിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് വിഭവങ്ങളൊക്കെ എല്ലാം ഉപയോഗിക്കാനും അത് ഉപയോഗിച്ച് അവർക്ക് ഉപജീവനം നടത്താനൊക്കെ അനുമതി കൊടുക്കണമെന്നായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. They wanted the government to provide low-cost material to small industries and local people to ensure development of the region. അതായത് അവരെ വേറൊരു ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മെറ്റീരിയൽസ് ലോ കോസ്റ്റിന് കുറഞ്ഞ വിലകൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊമോട്ട് സ്മോൾ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും. എന്നിട്ട് ആ പെർട്ടിക്കുലർ ഓരോ റീജിയൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ആ ലൊക്കാലിറ്റിയിലുള്ള പീപ്പിൾസിന് അത് അവൈലബിൾ ആക്കുക. അതായിരുന്നു അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യം. ഇനി അവിടെ അതിൽ ഈ സമരം നയിച്ച നേതാക്കന്മാർ ആരൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ചാന്തി പ്രസാദ് ഭട്ട് ആൻഡ് സുന്ദർലാൽ ബഹുഗുണെ ലെഡ് ദ മൂവ്മെൻറ്റ്.
അപ്പോൾ ചാന്ദിപ്രസാദ് ഭട്ടും സുന്ദർലാൽ ബഹുഗുണയാണ് സമരം നയിച്ചത്. ദ ഫോറസ്റ്റ് കോൺട്രാക്ടേഴ്സ് ഇൻ ദാറ്റ് റീജിയൻ വെർ ഓൾസോ ദ മെയിൻ സപ്ലയേഴ്സ് ഓഫ് ആൽക്കഹോൾ. ദേ ഗേവ് ഡബിൾ ദ കോട്ട് ഓഫ് ആൽക്കഹോൾ ടു ദ മെൻ ഫ്ലോക്ക് ഇൻ ദ വില്ലേജ്. അപ്പം വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോറസ്റ്റ് കോൺട്രാക്ടർമാരുണ്ടാവുമല്ലോ, ഇവരെന്ത് ചെയ്യും, ഈ പ്രദേശങ്ങളിലെ പുരുഷന്മാർക്ക് ആണുങ്ങൾക്ക് എന്ത് കൊടുക്കും, ആൽക്കഹോൾ കള്ള് കൊടുക്കും. എന്നിട്ട് ഇവരെ പരുവത്തിലാക്കിയിട്ട് കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇവർ സമരത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, മാറി നിൽക്കുമല്ലോ. അങ്ങനെ അവരെ കൈക്കലാക്കിയ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ സമരത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യും. പിന്നെ അവരുടെ ജീവിതം എന്ത് ചെയ്യും, ദുസ്സഹമായിരിക്കും. കാരണം ആണുങ്ങൾ ഈ കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ കുടുംബജീവിതം വളരെ താറുമാറായി സ്ത്രീകൾക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരും. അപ്പം ഇവരെ നയിക്കുന്ന സമരം ഒന്ന് എന്ത് ചെയ്യുക, വഴി തെറ്റി വിടുക, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറയ്ക്കുകയൊക്കെ ആയിരുന്നു ഈ ഫോറസ്റ്റ് കോൺട്രാക്ടർമാരുടെ ഇത്തരം പ്രവൃത്തിയുടെ ഉദ്ദേശം. Against this also women protested their agitation against the spread of alcoholism through the കോൺട്രാക്ടേഴ്സ് അല്ലേ. അപ്പോൾ ഇതിനെതിരെയും എന്ത് ചെയ്തു, സ്ത്രീകൾ സമരം ചെയ്തു ആൽക്കഹോൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയിട്ട്. ദ ചിപ്കോ മൂവ്മെൻറ്റ് ഫോളോഡ് ദ ഗാന്ധിയൻ സത്യാഗ്രഹ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിപ്കോ മൂവ്മെൻറ്റ് അവർ ഫോളോ ചെയ്ത സമരമുറ എന്തിൻ്റെ ബേസിലാണ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ്. The government banned felling of trees in the Himalayan region for 15 years. അങ്ങനെ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ആ ഹിമാലയ റീജിയനിലുള്ള ആ ഭാഗം, ഹിമാലയത്തോട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഉത്തരാഖണ്ഡിലൊക്കെ, ആ ഭാഗങ്ങളിലുള്ള മരങ്ങളൊക്കെ എന്ത് ചെയ്യും, 15 ഇയേഴ്സിലേക്ക് മുറിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഓർഡർ ഇറക്കി. ഓക്കെ, അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രസിദ്ധമാവാൻ കാരണം, അവിടുത്തെ നാടോടികളായ അല്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾ ഈ ഒരു നിഷ്കളങ്കമായ രീതിയിൽ തുടങ്ങിയ സമരം വലിയ തോതിൽ മാറ്റങ്ങൾക്ക് ഇടയാക്കി. അതുകൊണ്ടാണ് ചിപ്കോ മൂവ്മെൻറ്റ് ഇത്ര പ്രസക്തമാവാൻ കാരണം. അപ്പോൾ അതിന് കാരണങ്ങൾ പറഞ്ഞു. അതിൻ്റെ ലഡ് സമരം നയിച്ചവരാരാണെന്ന് പറഞ്ഞു, അത് ഓർത്തിരിക്കണം. ചിപ്കോ മൂവ്മെൻറ്റും പോപ്പുലറായിട്ട് നമ്മൾ അറിയപ്പെടുന്ന പേര് സുന്ദർലാൽ ബഹുഗുണയാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇനി ഇന്ത്യയിൽ നമുക്ക് സമരങ്ങളെ, പോപ്പുലർ മൂവ്മെൻറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സും രണ്ടാമത്തെ സോഷ്യൽ മൂവ്മെൻറ്റ്സും. അതായത് പൊളിറ്റിക്കൽ പാർട്ടികൾ നയിക്കുന്ന മൂവ്മെൻറ്റ്സും ഉണ്ടാവും, അതുപോലെ തന്നെ സോഷ്യലായിട്ട് ജനറൽ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും ഉണ്ടാവും അല്ലേ. ഇനി the trade union movement had a strong presence among the industrial workers. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ കണ്ടിരുന്ന ഇതിൽ ഈ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്, അതായത് വ്യാപാര വ്യവസായ സംഘടനകളൊക്കെ നയിക്കുന്ന സമരങ്ങളുണ്ടാവുമല്ലോ, അപ്പം അത് അവരുടെ പ്രസൻസ് ശരിക്കും ഉണ്ടായിരുന്നത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിൻ്റെയും. ദിസ് വാസ് ഡീപ്പ് റൂട്ടഡ് ഇൻ മേജർ സിറ്റീസ് ലൈക്ക് മുംബൈ, കൊൽക്കത്ത, കാൺപൂർ എക്സെട്ര. അപ്പോൾ ഇവരുടെ ഈ ട്രേഡ് യൂണിയൻ്റെ സമരങ്ങൾ, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മെട്രോ സിറ്റികളായ മുംബൈയിലും കൊൽക്കത്തയിലും കാൺപൂരിലൊക്കെയാണ് ഇവരെ സമരം ഉണ്ടായിരുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് വെയർ ബിഹൈൻഡ് ദിസ് മൂവ്മെൻറ്റ്. അപ്പം ഈ ഇതിനൊക്കെ പിന്നിൽ, ഈ ഒരു സമരത്തിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്, ട്രേഡ് യൂണിയൻ്റെ ഒക്കെ ഈ സമരത്തിന് പിന്നിൽ പൊളിറ്റിക്കൽ പാർട്ടികളാണ് അതിൻ്റെ ബാക്കിലുണ്ടായിരുന്നത്. ഓൾ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാഡ് ദെയർ ഓൺ ട്രേഡ് യൂണിയൻ. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ട്രേഡ് യൂണിയൻ ഉണ്ട് അല്ലേ, ഇപ്പോഴും അത് നിലനിൽക്കുന്ന സംഭവമാണ്. In Telangana region of Andhra Pradesh, peasants organized massive agitation programs under the communist banner demanding the redistribution of land to cultivation. അപ്പോൾ അതായത് ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ള തെലങ്കാനയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ബാനറിൽ ഇതുപോലെ ട്രേഡ് യൂണിയനുകൾ ഉണ്ടായിരുന്നു. അവർ മാസീവായിട്ടുള്ളൊരു സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത് മുന്നേറ്റം തന്നെ സമരരംഗത്ത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാൻഡിങ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ലാൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു കൾട്ടിവേഷൻ. അതായത് കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി കൃഷിക്ക് എന്ത് വേണ്ട, ഭൂമി അവൈലബിൾ ആക്കുക, ലഭ്യമാക്കി കൊടുക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം.
Similar type of protests were staged by the peasants and agriculture workers in West Bengal, Bihar അടക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. Their agitation was under the leadership of Marxist-Leninist workers. അപ്പോൾ അതുപോലെ തന്നെ ബംഗാളിലും ബീഹാറിലൊക്കെ ഉണ്ടായിരുന്നത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ. അപ്പോൾ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് വിഭാഗം അവർ നമ്മൾ പറയുന്നൊരു പേരാണ് എന്ത്? നെക്സലൈറ്റ് ഗ്രൂപ്പുകൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നെക്സലിസം എന്താണെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ നേതൃത്വം ആ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ. ദ മെയിൻലി അഡ്രസ്ഡ് ദ ഇഷ്യൂ ഓഫ് എക്കണോമിക് ഇൻജസ്റ്റിസ് ആൻഡ് ഇൻഇക്വാലിറ്റി. അപ്പോൾ അവർ ഫോക്കസ് ചെയ്ത വിഷയം എന്തായിരുന്നു? എക്കണോമിക് ഇൻജസ്റ്റിസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള അസമത്വത്തെയും നീതിക്കെതിരെയൊക്കെയാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത് എന്താണ്? പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആണ് അല്ലേ? അതായത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തിൽ നടക്കുന്ന സമരമുറകൾ. നെക്സ്റ്റ്, നോൺ പാർട്ടി മൂവ്മെൻറ്റ്സ്. പാർട്ടി ഇല്ലാതെ നടക്കുന്ന ഓക്കെ. Many politically active groups lost faith in the prevalent democratic institutions. അതായത് എന്താണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്ത് ചെയ്തു? ഈ എന്താണ് ജനാധിപത്യ സംവിധാനത്തിലൊക്കെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മെനി കെയിം ഔട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ നിഷസ് ആൻഡ് എൻഗേജ്ഡ് ദംസെൽസ് ഇൻ മൊബിലൈസിങ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ പലരും ഒഴിഞ്ഞു മാറിയിട്ട് അല്ലാത്ത രൂപത്തിലുള്ള ഇത്തരം സമരങ്ങൾ മൂവ്മെൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക നടത്തുന്ന സമരങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചതാണ് നോൺ പൊളിറ്റിക്കൽ പാർട്ടികളിലെ മൂവ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം രാഷ്ട്രീയമായിട്ട് പല അസന്തുലിതമായിട്ടുള്ള കാര്യങ്ങളും ജനാധിപത്യ വിരുദ്ധമായിട്ടൊക്കെ പലതും കാണുന്ന സമയത്ത് പല ആളുകളും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് അവരുടേതായിട്ടുള്ള ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യും? സമരങ്ങളൊക്കെ സംഘടിപ്പിക്കും. സ്റ്റുഡൻസ് ആൻഡ് യങ് ആക്ടിവിസ്റ്റ് ബിഗാൻ ഓർഗനൈസിങ് മാർജിനലൈസ്ഡ് സെക്ടേഴ്സ് ഇൻ സൊസൈറ്റി ലൈക്ക് ദലിത് ആൻഡ് ആദിവാസി. അതുപോലെ സ്റ്റുഡൻസും യങ് ആക്ടിവിസ്റ്റൊക്കെ എന്ത് ചെയ്തു? ഈ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമായിട്ടുള്ള ദലിതരുടെയും അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തിൻ്റെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. ഇവരും പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലല്ല, പൊതുവെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? നേരിടാൻ വേണ്ടിയിട്ട് അവരൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുക. എന്നിപ്പോൾ ക്യാമ്പസുകളിലൊക്കെ നമ്മൾ ചിലപ്പം കാണുന്നത് പോലെ. The middle class young men launched service organization among the rural poor. അല്ലേ? സർവീസ് ചില ഓർഗനൈസേഷൻ അല്ലേ? മിഡിൽ ക്ലാസ് യങ് മെൻ, അതായത് ചില ചെറുപ്പക്കാരുടെ ഒക്കെ ഗ്രൂപ്പുകൾ, അതായത് എവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും ഈ റൂറൽ ഏരിയയിലൊക്കെ അവർക്ക് വേണ്ടി വോളണ്ടറി ആയിട്ട് ചില ആക്ഷൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വന്നിട്ട് അത് രാഷ്ട്രീയ പാർട്ടിയുടെ ബേസിലൊന്നല്ലാതെ സ്വമേധ അവർ ഏറ്റെടുത്തിട്ട് റൂറൽ ഏരിയയിലേക്ക് ഹൗസ് ഉണ്ടാക്കി കൊടുക്കുന്നതിനും അവർക്ക് വാട്ടർ സപ്ലൈ കൊടുക്കുന്നതിനും റോഡ് നിർമ്മാണത്തിനും അങ്ങനെ അതുപോലെ തന്നെ വയോജന വിദ്യാഭ്യാസ കാര്യത്തിനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ എന്ത് ചെയ്യും? യങ് ആയിട്ടുള്ള ആളുകളൊക്കെ മുന്നോട്ട് വന്ന് വർക്ക് ചെയ്യുന്ന നമ്മൾ കാണാൻ. ബീയിങ് വോളണ്ടറി ഇൻ നേച്ചർ, ദിസ് ഓർഗനൈസേഷൻ കെയിം ടു ബി നോൺ ആസ് എ വോളണ്ടറി സെക്ടർ ഓർഗനൈസേഷൻ. അത് ശരിക്കും എന്താണ്? ഒരു വോളണ്ടറി നേച്ചറാണ്, സ്വമേധയാ അവർ ചെയ്യുന്നതാണ്. പക്ഷെ അതൊരു വോളണ്ടറി സെക്ടർ ഓർഗനൈസേഷൻ എന്നുള്ള ഗ്രൂപ്പിൽ അത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്? രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമില്ലാതെ ഇങ്ങനെ തുടങ്ങി ജസ്റ്റ് ചില കാര്യങ്ങളിലേക്ക് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പോൾ ഈ ഒരു നമുക്കറിയാമല്ലോ, ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ പ്രകാരം ഓരോ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ പ്രിഫറൻസ് കൊടുക്കണം എന്നൊക്കെ ഗവൺമെൻറ് പഠിത്ത് പറയും. ഏതൊക്കെ ഭാഗങ്ങൾ നോക്കിയാൽ മതി, നോക്കാൻ അതിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് എന്നൊക്കെ പറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ മതി. എല്ലാം കൂടെ ചറപ്പറാന്ന് പഠിക്കേണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ആ ഒരു ഓർഡറിൽ പറഞ്ഞ കാര്യങ്ങളാകുമ്പോൾ അത് മാത്രം വെച്ച് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളൊന്നും കൂടി ഞാൻ സ്ട്രെസ് ചെയ്യും, അല്ലാത്ത ജസ്റ്റ് പറയുന്നത് അങ്ങനെ സ്ട്രെസ് ചെയ്യാതെ പോകും. അത് നോക്കാൻ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ.
ഇനി ദലിത് പാന്തേഴ്സ്, ഇനി ദലിത് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട നംദിയോ ദശാൽ, എ വെൽ നോൺ മറാത്തി പോയറ്റ്. അപ്പോൾ നംദിയോ ദശാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറാത്തി പോയറ്റ് ഉണ്ട്, കവി, ഹൂ റോട്ട് എ പോയം പിൽഗ്രിംസ് ഓഫ് ഡാർക്ക്നെസ്. അവർ എഴുതിയൊരു പോയമാണ് പിൽഗ്രിംസ് ഓഫ് ഡാർക്ക്നെസ്. അപ്പോൾ ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യന് പിൽഗ്രിംസ് ഓഫ് ഡാർക്ക്നെസ് എഴുതിയത് ആരാണെന്ന് നംദിയോ ദശാൽ. അത് ഓർത്തെക്കണം, അങ്ങനെ ചോദിക്കാൻ സാധ്യത. ഹൈലൈറ്റിംഗ് ദ ബ്രൂട്ടൽ കേസ് ഇൻജസ്റ്റിസ് സഫേർഡ് ബൈ ദലിത്. അപ്പോൾ എന്താ, ദലിത് വിഭാഗം അനുഭവിക്കുന്ന കാസ്റ്റ്, അതായത് ജാതി വ്യവസ്ഥ അല്ലേ. അപ്പോൾ ആ ജാതി അനീതിക്കെതിരെ, അതായത് അവരുടെ ഇടയിലുള്ള ഇൻജസ്റ്റിസിനെതിരെ, ജാതി വിവേചനത്തിനെതിരെയൊക്കെ എഴുതിയ പോയമാണ് പിൽഗ്രിംസ് ഓഫ് ഡാർക്ക്നെസ്. ദ പിൽഗ്രിംസ് മെൻഷൻഡ് ഇൻ ദ പോയം ആർ ഡിഫറെൻറ്റ് ദലിത് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഇതിൽ പറയപ്പെടുന്ന പിൽഗ്രിംസ് എന്ന് പറയുന്നത് ആരാണ്? ഡിഫറെൻറ്റ് ദലിത് കമ്മ്യൂണിറ്റി, ദലിത് തന്നെ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റികളിൽ പെടുന്ന ആളുകളാണ് ഇവിടെ പിൽഗ്രിംസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഡോക്ടർ അംബേദ്കർ ഈസ് റെഫേർഡ് ടു ആസ് ദെയർ ലിബറേറ്റർ. അപ്പം അവരുടെ ലിബറേറ്റർ, ദലിത് വിഭാഗത്തിൻ്റെ ലിബറേറ്ററായിട്ട് അവർ ഉയർത്തി കാണുന്നത് ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ ശില്പിയായിരുന്നു. അദ്ദേഹം എന്താണ്, ദലിത് വിഭാഗക്കാരനായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ആ ഒരു പേര് ആൾക്കെടുക്കുക, നംദിയോ ദശാൽ, പിൽഗ്രിംസ് ഓഫ് ഡാർക്ക്നെസ്. ഇനി ദലിത് പാന്തേഴ്സ് എന്നുള്ള ഇതുണ്ടല്ലോ സംഘടന, അതിൻ്റെ ഒറിജിൻ നമുക്ക് നോക്കാം, അത് എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ദലിത് പാന്തേഴ്സ് വർ എ മിലിറ്റൻ്റ് ഓർഗനൈസേഷൻ ഇൻ മഹാരാഷ്ട്ര. അപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഫോം ചെയ്തത്. ഹൂ ട്രൈഡ് ടു അസേർട്ട് ദംസെൽസ് കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റീസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? കാസ്റ്റ് ബേസ്ഡ് ഇൻഇക്വാലിറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റാമ്പൻ്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. അപ്പോൾ അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ ഈ ജാതി വ്യവസ്ഥ വളരെയധികം ഒരു അസ്വസ്ഥമായ സാഹചര്യങ്ങളിലേക്ക്, അതായത് അത്രയും അതിൻ്റെ കടന്നുകയറ്റം കൂടിയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ദലിത് പാന്തേഴ്സ് എന്ന സംഘടനയൊക്കെ ഫോം ചെയ്തത്. They fought against the caste-based inequalities and injustice even though the constitution guaranteed equality. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ ഭരണഘടന ഈക്വാലിറ്റി എന്ന ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ വളരെയധികം ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ് ഇന്ത്യൻ സമൂഹത്തെ. അപ്പോൾ അതിനെതിർക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ്. റിസർവേഷൻ ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വെർ നോട്ട് എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റഡ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിസർവേഷൻ പോളിസിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതൊന്നും നോട്ട് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ തലത്തിലേക്ക് എത്തിയിട്ടില്ല. സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് വയലൻസ് against the so-called untouchables continued even though the government of India had abolished untouchability. നമുക്കറിയാം ആർട്ടിക്കിൾ 17 അൺടച്ചബിലിറ്റിക്ക് ആണ്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആർട്ടിക്കിളാണ്. പക്ഷേ എങ്കിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെയുള്ള അനാചാരങ്ങളൊക്കെ തുടർന്ന് വന്നിരുന്നു. അപ്പോൾ അത് ആ സോഷ്യൽ ഡിസ്ക്രിമിനേഷനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ദലിത് ഇൻഹാബിറ്റഡ് വില്ലേജസ് വർ സെറ്റ് അപ്പാർട്ട് ഫ്രം ദ മെയിൻ വില്ലേജസ്. അതായത് ദലിത് താമസിക്കുന്ന വില്ലേജുകൾ മറ്റു ആളുകൾ താമസിക്കുന്ന വില്ലേജുകളിൽ നിന്ന് ഒക്കെ എന്താണ്, അവരെ ഒരു വേർതിരിച്ച് കാണുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രവേശനമില്ലാതെ അവരൊരു വേറെയായി കാണുന്ന ഒരു വിവേചനപൂർണമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ദലിത് പാന്തേഴ്സ് എന്ന സംഘടന ഫോം ചെയ്യുന്നതിന് കാരണമായത്, അതിൻ്റെ ഒറിജിനിലേക്ക് നയിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങൾ അത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ആക്ടിവിറ്റീസ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? എലോങ് വിത്ത് അതർ മൈൻഡഡ് ഓർഗനൈസേഷൻ ദ ദലിത് പാന്തേഴ്സ് ഫോട്ട് അഗെയിൻസ്റ്റ് ദ ഇൻക്രീസിങ് അട്രോസിറ്റീസ് ഓൺ ദലിത്. അപ്പോൾ ദലിത് വിഭാഗത്തിന് നേരിടേണ്ടി വന്ന വിവേചനങ്ങൾക്കെതിരെയാണ് ഏതൊരു സംഘടന വർത്തിക്കുന്നത്, അതുപോലെ ദലിത് പാന്തേഴ്സും വർത്തിച്ചത്. ദ ഗവൺമെൻറ് therefore passed a law which provided
rigorous punishment for the atrocities against Dalit in 1989. അങ്ങനെ ഈ ദലിതർക്ക് ഇവരിങ്ങനെ പ്രൊട്ടസ്റ്റുകളൊക്കെ നയിച്ച സമയത്ത് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു നിയമം പാസ്സാക്കി. അതായത് ഈ ദലിതർക്കെതിരെയുള്ള വിവേചനം അതൊരു പണിഷബിളായിട്ട്, അതൊരു ശിക്ഷാർഹമായ ഒരു കുറ്റമായിട്ട് നിയമം പാസ്സാക്കി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1989 ഇവരുടെ പ്രവർത്തന ഫലമായിട്ട് കേട്ടോ. The Dalit Panthers wanted to do away with the caste system and build an organization of all oppressed people among the Dalit. അപ്പം അവരുടെ ഒരു മെയിൻ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ചെയ്ത പ്രവർത്തനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ പാടെ എന്ത് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. അതോടൊപ്പം തന്നെ ആൻഡ് ബിൽഡ് ആൻ ഓർഗനൈസേഷൻ ഓഫ് ഓൾ ഒപ്രസ്ഡ് പീപ്പിൾ എമംഗ് ദ ദലിത് വിഭാഗത്തിലെ ഈ അടിച്ചമർത്തപ്പെട്ട എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടന, ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്യുക. അതായിരുന്നു അവരുടെ മറ്റൊരു ലക്ഷ്യം. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ദലിത് യൂത്ത് എക്സ്പ്രസ്ഡ് ദെയർ പ്രൊട്ടസ്റ്റ് ത്രൂ ക്രിയേറ്റീവ് ടെക്നിക്സ്. അതായത് ഈ ദലിത് വിഭാഗത്തിലെ എഴുത്തുകാരുണ്ടല്ലോ, അവർ അതിനെ പ്രതിഷേധം അറിയിച്ചത് അവരുടെ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയകളിലൂടെ. ദാറ്റ് ഈസ് ദ ലിറ്റററി മെൻ ആൻഡ് ദ വുമൺ എമംഗ് ദ ദലിത് കമ്പോസ് ദെയർ വർക്ക്സ്, നോവൽ, ഷോർട്ട് സ്റ്റോറി ഒക്കെ, അതുപോലെ തന്നെ പോയിട്രി, ഇതുപോലെയുള്ള വർക്കിലൂടെയൊക്കെ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, അവരവരുടെ പ്രതിഷേധം അറിയിച്ചിരുന്നത്. അതാണ് ഇപ്പോൾ അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ എഴുതുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നൊരു സംഘടനയാണ് ഭാരതീയ കിസാൻ യൂണിയൻ. അപ്പോൾ ഫസ്റ്റ് സംഘടന ദലിത് പാന്തേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് ഭാരതീയ കിസാൻ യൂണിയൻ. ഓക്കെ, Indian society in general was far from the contented with the performance of various governments in the country. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ ജനത എന്തിനാണ് ഒരു സംതൃപ്തമായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷമുള്ള അവസ്ഥയിലായിട്ടില്ല. വിത്ത് ദ പെർഫോമൻസ് ഓഫ് വാരിയസ് ഗവൺമെൻറ് ഇൻ ദ കൺട്രി. ഇന്ത്യയിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് ഇന്ത്യൻ ജനത എന്തായിരുന്നില്ല, ഒരു പൂർണ്ണ സംതൃപ്തിയുള്ള ഒരവസ്ഥയിലേക്ക് മാറിയിരുന്നില്ല. ഈവൻ ദോസ് പീപ്പിൾ ഹൂ സീംഡ് ടു ഹാവ് എൻജോയ്ഡ് ദ ഫ്രൂട്ട്സ് ഓഫ് ഗവൺമെൻറ് പോളിസീസ് were not satisfied with what had been done. അപ്പം ജനങ്ങൾ സന്തോഷിച്ചിരുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ ഓരോ പോളിസികൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവർക്ക് വളരെ സന്തോഷമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നും അത് നടപ്പാക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങളൊന്നും എത്തിയിരുന്നില്ല. ഫാമേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ ഗവൺമെൻറ്റ്സ്. ഈവൻ ബെറ്റർ ഓഫ് ഫാമേഴ്സ് ഇൻ 1980s പ്രൊട്ടസ്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഗവൺമെൻറ് പോളിസീസ്. അപ്പോൾ ഫാമേഴ്സും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റേഴ്സൊക്കെ ഗവൺമെൻറ്റിൻ്റെയും അവരുടെ പോളിസിക്ക് എതിരായിട്ടൊക്കെ ഇങ്ങനെ സമരം നയിക്കാൻ. അതിൽ നിന്നാണ് ഭാരതീയ കിസാൻ സഭ അല്ലെങ്കിൽ കിസാൻ യൂണിയൻ സംഘടനേൻ്റെ ഫോർമേഷനിലേക്ക് നയിച്ചത്. ഇനി അതിൻ്റെ ഗ്രോത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സംഘടന ഉണ്ടായെന്ന് ചോദിക്കുന്നത്, ഇൻ ജാനുവരി 1988 over 20,000 farmers protested against the rise in the electricity tariff. They camped outside the collector's office for about 3 weeks and refused to disperse without getting their grievances redressed. അപ്പോൾ 1988 ജനുവരി മാസത്തിൽ 20,000 ഫാർമേഴ്സ് കളക്ടറേറ്റിൻ്റെ പുറത്ത് കളക്ടറേറ്റ് ഓഫീസിൻ്റെ പുറത്ത് സമരം ചെയ്തു. 3 വീക്സ് സമരം ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കറണ്ട് ബില്ല് വളരെയധികം കൂടുതൽ. അപ്പോൾ അതിൻ്റെ താരിഫ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവർ സമരം ചെയ്തു. ഗവൺമെൻറ് ഫോഴ്സ്ഡ് ടു ഗീവ് ദ ഡിമാൻഡ്. അപ്പോൾ അതായത് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഗവൺമെൻറ് നിർബന്ധിതമാകുകയാണ്. നോ ഡൗട്ട് ഇറ്റ് വാസ് ഹൈലി ഡിസിപ്ലിൻഡ് അജിറ്റേഷൻ വിത്ത് നോ അൺടവേർഡ് ഹാപ്പനിങ്സ് സ്ലൈയിങ് നീഡ്സ് റെസ്ട്രിക്ട് പ്യൂരിറ്റി. അപ്പോൾ അതായത് ഇപ്പോൾ ഇതൊരു സമാധാനപൂർണ്ണമായ അതായത് സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള പ്രസംഗങ്ങളോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങളൊന്നും ആ സമരത്തിൽ ഉണ്ടായിരുന്നില്ല. വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള അന്തരീക്ഷത്തിലായിരുന്നു സമരം നയിച്ചിരുന്നത്. അങ്ങനെ
ദീസ് മെൻ ബിലോങ്ഡ് ടു ആൻ ഓർഗനൈസേഷൻ ഓഫ് ഫാമേഴ്സ്. അപ്പം ഭാരതീയ കിസാൻ, അപ്പോൾ ഈ അതിൽപ്പെട്ട ആളുകൾ അവരൊരു സംഘടനയിൽ ഉൾപ്പെട്ടിരുന്നു. ഈ സമരം നയിച്ച, അതായത് ഭാരതീയ കിസാൻ യൂണിയൻ എന്ന സംഘടനയിലാണ് അവർ ഉൾപ്പെട്ടിരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു സമരത്തിൻ്റെ ആദ്യത്തെ ഒരു ഫോമാണ് ഇത്, ഈ കളക്ട്രേറ്റിൻ്റെ പുറത്ത് നടത്തിയ സമരം. ഇനി ഈ 1960 ദ ഫാമേഴ്സ് ഇൻ ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് ആൻഡ് മച്ച് ബെനിഫിറ്റഡ് ഫ്രം ദ ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ നമ്മൾ ഗ്രീൻ റെവല്യൂഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. MS സ്വാമിനാഥനാണ് ഇന്ത്യയിലെ ഗ്രീൻ റെവല്യൂഷൻ്റെ പിതാവ്. അപ്പോൾ ഈ 1960കളിൽ ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തായിരുന്നു, ഹരിത വിപ്ലവം നടന്നു അല്ലേ. അങ്ങനെ അപ്പോൾ കർഷകർക്ക് വളരെയധികം നേട്ടമുണ്ടായ ഒരു സമയമാണ് ഗ്രീൻ റെവല്യൂഷൻ്റെ സമയം. സിൻസ് ദെൻ ഷുഗർ കെയിൻ ആൻഡ് വീറ്റ് ബിക്കെയിം ദെയർ മെയിൻ ക്യാഷ് ക്രോപ്സ്. അപ്പോൾ അതിനുശേഷം, അതായത് ഈ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ വിളകളാണ് ഷുഗർ കെയിൻ, അതായത് കരിമ്പും അതുപോലെ തന്നെ ഗോതമ്പും. But introduction of liberalization in the Indian economy towards the end of 1980s led to the crisis. പക്ഷേ 1980കളുടെ അവസാനത്തിൽ ഇന്ത്യൻ സാമ്പത്തിക വിപണിയിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉദാരവൽക്കരണം എന്ന ലിബറലൈസേഷൻ എന്നൊരു സംഗതിയൊക്കെ ആര് കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും എന്ത് ചെയ്തു, ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് ഇങ്ങനെ കൊണ്ടെത്തിക്കുകയാണ്. ദ ഫാമേഴ്സ് കെയിം ഫോർവേഡ് ഡിമാൻഡിങ് ഹയർ ഫ്ലോർ പ്രൈസ് ഫോർ ഷുഗർ കെയിൻ ആൻഡ് വീറ്റ്, ഫ്രീ interstate movement of farm produce, regular electricity supply at lower rate and waiving pending loan payments. They also demanded pension for farmers. ഇങ്ങനെ പ്രതിസന്ധിയിലെത്തിയ സമയത്ത്, അതായത് കർഷകർ കുറച്ച് ആവശ്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അതായത് ഹയർ ഫ്ലോർ പ്രൈസ്, അതായത് എന്താണ്, ഷുഗർ കെയിനിൻ്റെയും വീറ്റിൻ്റെയൊക്കെ താങ്ങുവില, അതായത് വില എന്ത് ചെയ്യുക, താങ്ങുവില എന്താണ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതായത് അതിൻ്റെ ഒരു മിനിമം എത്ര വില ഉണ്ടാവുമല്ലോ, അതിന് വില കുറയുന്ന സമയത്തും കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി അതിൻ്റെ താങ്ങുവില ഉയർത്തുക, അത് കൊണ്ടുവരാൻ വേണ്ട ഗവൺമെൻറ്റിനോട് അതിൻ്റെ താങ്ങുവില ഉയർത്തി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടും, ഫ്രീ ഇൻ്റർസ്റ്റേറ്റ് മൂവ്മെൻറ്റ് ഫാം പ്രൊഡ്യൂസ്, അതായത് സംസ്ഥാനങ്ങളിൽ നിന്ന്, ഒരു സംസ്ഥാനത്തിൽ നിന്ന് വേറെ സംസ്ഥാനങ്ങളിലേക്ക് ഇത് കയറ്റുമതി ചെയ്യുന്ന സമയത്ത്, മൂവ് ചെയ്യുന്ന സമയത്ത് ടാക്സ് ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും, അതുപോലെ തന്നെ റെഗുലർ ഇലക്ട്രിസിറ്റി സപ്ലൈ അറ്റ് ലോവർ റേറ്റ്, അത് ഈ കറണ്ടിൻ്റെ ഒക്കെ എന്ത് ചെയ്യുക, സപ്ലൈ, വ്യവസായശാലകളിലേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി ഒക്കെ സപ്ലൈ ചെയ്യാൻ അത് റെഗുലറായിട്ട് സപ്ലൈ ചെയ്താണ് ലോവർ റേറ്റിൽ, അതായത് കറണ്ട് ബില്ലൊന്നും വർദ്ധിപ്പിക്കാതെ കർഷകർക്ക് താങ്ങാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ കർഷകർക്ക് അത് ഒരു ഭാരമാകാത്ത രൂപത്തിൽ അതിൻ്റെ റേറ്റൊക്കെ നിശ്ചയിക്കുക. ആൻഡ് വേവിങ് പെൻഡിങ് ലോൺ പേയ്മെൻറ്റ്സ്, അതായത് ലോണ് അടക്കുന്നതിനൊക്കെ എന്ത് ചെയ്യുക, ഒരു പരിധി വെക്കുക. അതായത് പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന സമയത്ത് അതിനൊക്കെ ഒരു കാലാവധി കൊടുക്കുക. അങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് എന്ത് ചെയ്ത് കർഷകർ എന്ത് ചെയ്തു, ഗവൺമെൻറ്റിന് മുന്നിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഇൻ മഹാരാഷ്ട്ര ഓൾസോ ഫാമേഴ്സ് ഓർഗനൈസേഷൻ കെയിം ഫോർവേഡ് സെവറൽ ഡിമാൻഡ്സ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഇതുപോലെ ഉണ്ടായിരുന്നു. കർഷകരുടെ നേതൃത്വത്തിൽ ഷേക്താരി സംഘടന വാസ് വൺ സച്ച് മൂവ്മെൻറ്റ് വിച്ച് ഡിക്ലെയർഡ് വാർ ഓൺ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ. അപ്പോൾ കാർഷിക മേഖലയിൽ മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഷേക്താരി സംഘടന. അവർ വ്യവസായ മേഖലയുമായിട്ട്, അവിടുത്തെ വ്യവസായ മേഖലയുമായിട്ടൊരു തുറന്ന പോരിന് നിന്നായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര ഫൈറ്റായിരുന്നു. ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ ഹാഡ് ബീൻ എ കോസ് ഓഫ് മച്ച് ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ. ഇപ്പോൾ വ്യാവസായിക മേഖലയും കാർഷിക മേഖലയും തമ്മിൽ ഒരു തുറന്ന പോരിനൊക്കെ അത് വഴിവെച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും കർഷകർക്ക് എന്ത് ചെയ്യണം, അതിന് എല്ലാ തരത്തിലും അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടും ഫോം ചെയ്ത ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ ഭാരതീയ കിസാൻ യൂണിയൻ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പം അവർ തന്നെയാണ് എന്ത് ചെയ്ത് ഇലക്ട്രിസിറ്റി താരിഫ് കൂട്ടാൻ വേണ്ടിയിട്ട് സമരം ചെയ്തിട്ട് അവർ സമരം തുടങ്ങിയത്. ഓക്കെ.
ഇനി ബാക്കി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാരതീയ കിസാൻ യൂണിയൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരെങ്ങനെയാണ് സമരം നയിച്ചത്, അതും പിന്നെ ബാക്കിയുള്ള സംഘടനകളും നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, പറയുന്ന കാര്യങ്ങളിൽ ഇപ്പം ചിപ്കോ മൂവ്മെൻറ്റ് പ്രധാനപ്പെട്ടതാണ്, ദലിത് പാന്തേഴ്സ് കുറച്ച് പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ഭാരതീയ കിസാൻ യൂണിയൻ കുറച്ചും കൂടെ അതിൽ ബാക്കിയുണ്ട്, അപ്പോൾ അതും പ്രധാനപ്പെട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞു പിൽഗ്രിംസ് അല്ലെ, ആ ഒരു പിൽഗ്രിംസ് ഓഫ് ഡാർക്ക്നെസ് ബുക്ക് എഴുതിയത് ആരാണ്, ആ പോയം എഴുതിയത് ആരാണ്, അങ്ങനത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്ട്രെസ് ചെയ്യുന്ന ആ കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. അല്ലാതെ എല്ലാതും എന്ത് ചെയ്യരുത്, ഒന്നായിട്ട് വാരി വലിച്ചിട്ട് കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രാവശ്യത്തെ പരീക്ഷ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫേവറാണ്. സമയം കുറച്ച് കിട്ടണമെങ്കിൽ കൂടിയിട്ട് നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള രൂപത്തിലാണ് എക്സാം നടക്കുക. കാരണം ഗവൺമെൻറ് പറയുന്നുണ്ട് നവംബർ മാസങ്ങളിലെടുത്ത പോർഷൻസിന് കുറച്ച് പ്രിഫറൻസ് കൊടുക്കുക, അതിന് ശേഷമുള്ളതിന് അത്ര ഇല്ലാതെയെന്ന്. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് ഗവൺമെൻറ് പറയും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. കഴിയാത്ത എന്ത് ചെയ്യരുത്, പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം ഓപ്ഷൻസൊക്കെ വളരെ കൂടുതലുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കേൾവി. അപ്പോൾ അതനുസരിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, എന്തായാലും പഠിക്കണ നന്നായിട്ട് പഠിക്കുക.